ഹലോ, ഇന്നൊരു ജേണൽ വിത്ത് മീ വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇതിപ്പോൾ ഇന്നലെയാണല്ലോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്, അതൊരു 24 മണിക്കൂർ ആകുമ്പോഴേക്കും പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തല്ലോ, ഇതെന്ത് പറ്റി എന്നൊക്കെയല്ലേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് കുറച്ച് സജഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അത് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടാൽ മതി. പക്ഷേങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് മൊത്തത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തിടുമ്പം നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിക്ക് മനസ്സിലാവണമെന്നുണ്ടാവില്ല, എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ടൈപ്പ് ചെയ്ത് പറയാൻ പറ്റണമെന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഐഡിയ തിരഞ്ഞെടുത്തത്. ഇതാവുമ്പം ജേർണലിങ്ങും നടന്നോളും, കൂടാതെ സജഷൻസും കാര്യങ്ങളും ചോദിക്കുകയും ചെയ്യാമല്ലോ. ഇത് നമ്മുടെ ന്യൂ ഇയർ പ്രിപ്പറേഷൻ വീഡിയോയിൽ ചെയ്ത ജേർണലാണ്. പിന്നെ ജാനുവരി ആയപ്പോൾ ഞാൻ പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് തീരെ ശരിയാവില്ല. അപ്പം ഞാനത് നിർത്തി. എന്തായാലും ഇനി അങ്ങനത്തെ പ്ലാനിങ് ഒന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഇനി ഈ ജേർണലിൽ ഞാൻ ഈ ജങ്ക് ജേർണലിങ് അങ്ങനെയൊക്കെ ചെയ്താലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. സോ ഇന്ന് ഏകദേശം അങ്ങനെ ഒരു ജേർണലിംഗ് ആണ്. ജങ്ക് ജേർണലിംഗ് അല്ല, എന്ത് ജേർണലിംഗ് ആണെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും ഒരു ജേർണലിംഗ് ആണ്. കാരണം പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് ഇത്, ഇങ്ങനൊരു ജേർണലിംഗ് ചെയ്യാമെന്ന്. ഒരു 12 മണിയൊക്കെ ആയി ഞാൻ ഇങ്ങനെ ഈ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ. അപ്പം ഞാൻ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് വെച്ച് ചെയ്യാൻ നോക്കുകയാണ്. ചില സാധനങ്ങളൊക്കെ കണ്ടാൽ ഇത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഇപ്പം ജേർണലിങ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുള്ള അതൊക്കെ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് വേണ്ടാത്തതൊക്കെ തിരിച്ച് വെക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റാറി നൈറ്റിൻ്റെ പിക്ചർ ഞാൻ A4 ഷീറ്റിൽ കളർ പ്രിൻ്റ് എടുത്തതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഡള്ളായിപ്പോയ പോലെ ആയിപ്പോയി. അതുകൊണ്ട് ഇത് ജേർണലിങ്ങിന് എന്തിനെങ്കിലും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു കവറ് എവിടുന്നോ എന്തോ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. പക്ഷേ ഇതിൻ്റെ പ്രിൻ്റ് നല്ല ഭംഗിയുണ്ട്. ഇതൊരു വിൻറ്റേജ് കൈൻഡ് ഓഫ് ജേർണലൊക്കെ ചെയ്യുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. ഈ ജേർണലിൽ എന്തായാലും ഇത് വേണ്ട, ഇപ്പം ചെയ്യുന്നതിന് വേണ്ട. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ടേബിൾ വന്നിട്ടുണ്ട്, ഈ ഡെസ്ക് മേക്ക് ഓവർ വേണോ, അങ്ങനെ എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല എന്ത് ചെയ്യണമെന്ന്. എന്തൊക്കെയാണ് എനിക്ക് അറിയേണ്ടത് എന്ന് വെച്ചാൽ, ഡെസ്ക് മേക്ക് ഓവറും റൂം ടൂറും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണോ എന്നാണ് അറിയേണ്ടത്. സെപ്പറേറ്റ് ആയിട്ട് എന്ന് പറയുമ്പം ഒരു വീഡിയോ ഡെസ്ക് മേക്ക് ഓവർ, രണ്ടാമത്തെ വീഡിയോ റൂം ടൂർ, അല്ലെങ്കിൽ ഈ ഡെസ്ക് മേക്ക് ഓവർ റൂം ടൂർ ഒന്നിച്ചുള്ള വേറൊരു വീഡിയോ. ഇതിൽ ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്. അതിൻ്റെ കമൻസ് വായിച്ചപ്പോൾ എനിക്ക് അതിലും വലിയ കൺഫ്യൂഷനായി. കാരണം രണ്ടും പറയുന്നുണ്ട് എല്ലാവരും. ചിലർ പറയുന്നുണ്ട് രണ്ടും ഒന്നിച്ചായിട്ട് ഇട്ടോളൂ, ലെങ്ത്ത് കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ചിലർ പറയുന്നു സെപ്പറേറ്റ് ആയിട്ട് ചെയ്തോ, റൂം ടൂർ കുറച്ച് ടൈം എടുത്ത് ചെയ്തോളൂ, ഡെസ്ക് മേക്ക് ഓവർ എന്തായാലും കുറച്ച് വേഗം ഇട്ടോളൂ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ കൺഫ്യൂഷനായി. ഞാനാണെങ്കിൽ നിങ്ങളോട് ഈ ജാനുവരി ആകുമ്പോഴേക്കും റൂം ടൂർ ചെയ്യുമെന്ന് പറഞ്ഞതാണ്. പക്ഷേങ്കിൽ എനിക്ക് അറിയില്ല, ഡെസ്ക് കിട്ടാൻ ഇത്രയും ലേറ്റായി. ഞാൻ ഇത്ര ലേറ്റായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇനിയിപ്പം എങ്ങനെ എന്തൊക്കെ വീഡിയോ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിപ്പോയി. അതുകൊണ്ട് ഫെബ്രുവരി 1st വീക്കിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. ഐ എം സോറി. ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട് ക്ലാസ് ഒന്നുമില്ലായിരുന്നു. അപ്പം ടേബിൾ അപ്പോഴേക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാന്നൊക്കെ ഞാൻ ഈ ഒരു സമയത്താണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ ടേബിൾ കിട്ടാൻ വൈകിപ്പോയി. ഇനിയാണെങ്കിൽ കുറച്ച് ദിവസമേ ഉള്ളൂ ജാനുവരി ലാസ്റ്റ് ആവാൻ. അപ്പോഴേക്കും എനിക്ക് ക്ലാസ് തുടങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ ഒരു മന്തിൽ എനിക്ക് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫെബ്രുവരി 1st വീക്ക് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യുകയും വേണം. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണെന്നൊന്നും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് ചെയ്യായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ടേബിൾ ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതല്ല. എൻ്റെ അടുത്ത് ആദ്യമുള്ള ഈ ടേബിൾ വെച്ചിട്ട് റൂം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ ടേബിൾ വാങ്ങിച്ചപ്പോൾ എനിക്കൊരു ഡെസ്ക് മേക്ക് ഓവർ ഒക്കെ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് നിങ്ങളോട്, ഡെസ്ക് മേക്ക് ഓവർ ചെയ്തിട്ട് റൂം ടൂർ ചെയ്താൽ മതിയോ എന്ന്. എന്തായാലും നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ഇതിൻ്റെ കമൻസിലോ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം, അതിൽ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഇനി വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു 12 മണിയായി, ഒരു ഉച്ചയ്ക്ക് 12 മണിയായി എനിക്ക് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നിങ്ങളോട് എനിക്ക് ഇങ്ങനെ സംസാരിച്ച് പറയാൻ വേണം, പക്ഷേങ്കിൽ ഞാനിങ്ങനെ സിറ്റ് ആൻഡ് ടോക്ക് അങ്ങനെ ചെയ്യാറുമില്ല. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയയിൽ നിങ്ങളുടെ അടുത്ത് ഇത് എത്തിക്കണം. അതിന് ഞാൻ കണ്ടൊരു ഏക ഐഡിയ ആണ് ഈ ജേർണലിങ്. അപ്പം ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്തൊക്കെ ഇവിടെയൊക്കെ ഒട്ടിക്കണം എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നിന്നതാണ്. ഇനിയിപ്പം സെലക്ട് ചെയ്ത കാര്യങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ആദ്യം മുതലേ പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ വലുതായിട്ട് ജേർണലിംഗ് എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാറില്ല. എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഈ ഡേറ്റ് ഇട്ടിട്ട് നമ്മുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതും. അങ്ങനത്തെ ജേർണലിംഗ് ആണ് ഞാൻ ചെയ്യാറ് സ്വതവേ. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ച് ഇങ്ങനത്തെ ജേർണലിങ്ങിലേക്കൊക്കെ വന്നത്. എൻ്റെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ നോക്കിയപ്പോൾ ഈ വാൻ ഗോൻ്റെ
കുറച്ച് കാര്യങ്ങളാണ് അധികമായിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു തീമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ മാഗസിൻ ലെറ്റേഴ്സും പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന മാഗസിൻ ലെറ്റേഴ്സ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. കളർഫുള്ളായിട്ട് വരുന്നത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ കുറേ പേര് ഇതെങ്ങനെയാണ് പ്രിൻ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രിൻറ്റിങ് ഷോപ്പിൽ പോയിട്ട് ഇത് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് പ്രിൻറ്റിങ് ഷോപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ അവരോട് കളർ പ്രിൻറ്റിൽ ചെയ്തു തരാൻ പറഞ്ഞാൽ അവർ ചെയ്തു തരും. എനിക്ക് വാൻഗോന്ന് മാത്രം മതി. അതിന് വേണ്ടിയിട്ടുള്ള ലെറ്റേഴ്സ് ഈ ഒരു ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഞാൻ മിഡിൽ പോർഷനിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പിക്ചേഴ്സ് എവിടെയൊക്കെ എന്തൊക്കെ വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് ശീലമില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ കൊളായി പോവോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ചിലതൊക്കെ എനിക്ക് മാച്ച് ആവാത്ത പോലെ തോന്നി. ഈ സ്റ്റാറി നൈറ്റ് ഇതിൽ മിസ്മാച്ച് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റാറി നൈറ്റായിട്ട് ഒരു പ്രത്യേക പേജ് വേറെ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കാം. ഇത് ഈ സൺഫ്ലവേഴ്സും വാൻഗോ ഇത് വെച്ചിട്ട് ഈ ഒരു തീമിലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ജേർണൽ പേജ് ഞാൻ പറഞ്ഞില്ല, ഇത്ര തന്നെ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഈ സ്റ്റാറി നൈറ്റ് വെച്ചിട്ട് എനിക്കെന്തോ സ്റ്റാറി നൈറ്റിനായിട്ട് എനിക്ക് വേറൊന്ന് ചെയ്താലോ, അതല്ലേ നന്നാവുക എന്നുള്ള രീതിക്ക് ഞാനതിനെ മാറ്റി വെച്ചു. ഇത്രയൊക്കെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത സംഭവങ്ങൾ. ഞാൻ വാൻഗോൻ്റെ കുറച്ച് ഇഷ്ടപ്പെട്ട കോട്ട്സൊക്കെ എഴുതാമെന്ന് വിചാരിച്ച് എഴുതി. എനിക്ക് ഈ ജേർണൽ പേജ് കുറച്ച് സിമ്പിളായിരിക്കണം, എന്നാൽ വളരെ സിമ്പിളാവാനും പാടില്ല. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. എനിക്കാണെങ്കിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും അയ്യോ ഇതിപ്പം ചെയ്താൽ കൊള്ളാവുമല്ലോ എങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു ഞാനെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഇത് എൻ്റെ ജേർണലാണല്ലോ, ഇതെവിടെ സബ്മിറ്റ് ചെയ്ത് അവർ മാർക്കൊന്നും ഇടാൻ പോകുന്നില്ലല്ലോ, ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്താ, അങ്ങനെ വിചാരിച്ച് എന്തൊക്കെയോ ചെയ്തു കൊടുത്തു. ആദ്യം ഞാൻ ആ ജേർണലിൽ തന്നെ എഴുതിയതാണ് ഒരു കോട്ട്, പക്ഷെ എനിക്ക് അതത്ര ഇങ്ങനെ ഇഷ്ടമായില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു പേപ്പറിൽ എഴുതിയിട്ട് അത് കട്ട് ചെയ്ത് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാമെന്ന്. അങ്ങനെ എഴുതുകയാണ് കുറച്ച് കോട്ട്സും കാര്യങ്ങളൊക്കെ. ഇനി കട്ട് ചെയ്തെടുത്ത കോട്ട്സൊക്കെ സൈഡിലും ഒക്കെ ആയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ എഴുതിയ കോട്ട് എന്തോ അവിടെ ശരിയാവുന്നില്ല, കാരണം ബാക്കിയൊക്കെ നമ്മൾ ഒട്ടിച്ചതാണല്ലോ, ഇത് മാത്രമല്ല എഴുതിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ മേലെയായിട്ട് ഇത് ഒട്ടിച്ചാലോ എന്ന്. പക്ഷേങ്കിൽ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടും അത് ഫുള്ളായിട്ട് കവർ ആവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു പേപ്പർ കട്ടിങ് ഈ ഒരു പേപ്പറിൽ ഒട്ടിച്ചിട്ട് അത് രണ്ടും കൂടെ അതിൻ്റെ മേലെ ഒട്ടിക്കാമെന്ന്. അങ്ങനെയൊക്കെ കൂടെ ഒരുമിച്ചാക്കി അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കുഴപ്പമില്ല.
പിന്നെ ഇത് ഇവിടെ ഉള്ളൊരു സംഭവമാണ്. ഇതിൽ ആ സ്റ്റാർ കണ്ടോ, അതൊന്നും ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതാണെങ്കിൽ കുറച്ച് വലുതാണ്, ഇതിൻ്റെ കുഞ്ഞായിട്ടുള്ളതൊന്നുമല്ല. അപ്പം കുറേ സ്പേസ് കണ്ടപ്പം അവിടെ ഇവിടെ ആയിട്ടൊക്കെ അത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കലാപരിപാടികൾ വേറെയും വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ലാസ്റ്റ് ഇങ്ങനെ കണ്ടപ്പം എനിക്ക് മനസ്സിലായി ആ സ്റ്റാർ ഒന്നും അവിടെ വേണ്ടായിരുന്നു എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ആ ഗിൽറ്റ് കൊണ്ടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് നോക്കട്ടെ, ഒന്ന് ഫില്ല് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. എന്തായാലും ഇങ്ങനെയായി, അതും കൂടെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാവും എന്ന് നോക്കാമെന്ന് വിചാരിച്ച് അതും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കുഴപ്പമില്ല, ഒപ്പിക്കാം. അങ്ങനെ എന്തായാലും എനിക്ക് പറയേണ്ട കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ജേർണൽ പേജ് റെഡി ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പേജസ് ബാക്കി കിടക്കുകയല്ലേ, അതിലൊക്കെ ഓരോന്ന് ചെയ്ത് ഇമ്പ്രൂവ് ആക്കി എടുക്കാം. ഇതെന്തായാലും ഇങ്ങനെ മതി, കുഴപ്പമില്ല. മോശമെന്ന് പറയാനില്ല, എന്നാലും എൻ്റേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയൊക്കെയോ ചെയ്തു. നിങ്ങൾ ആ കോട്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കൂ. ഇതൊക്കെ നല്ല കോട്ട്സ്, എനിക്കിഷ്ടമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് ഫേമസ് ആയിട്ടുള്ള കോട്ട്സാണ് വാൻ ഗോൻ്റെ. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിച്ച കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോ വേണ്ടതെന്ന് എന്തായാലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ആദ്യം ഒരു ഡെസ്ക് മേക്ക് ഓവർ, പിന്നെ റൂം ടൂർ, അല്ലെങ്കിൽ ഡെസ്ക് മേക്ക് ഓവർ പ്ലസ് റൂം ടൂർ, എങ്ങനെയാണ് വേണ്ടതെന്ന് എന്തായാലും ഒന്നുകൂടെ ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ റെസ്പോണ്ട് ചെയ്യാം. ഞാൻ ഇപ്പം തന്നെ പുതിയൊരു പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.